ഹലോ ഗായ്സ്. അപ്പോൾ അനീഷ് രാവിലെ സുപ്രഭാതം പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നൂറായും ആദിലയും അക്ബറും കൂടി എന്താ പറയുക പ്ലാൻ ചെയ്തിട്ട് അനീഷിന് സുപ്രു എന്നുള്ളൊരു പേരിട്ടേക്കുവാണ്. സുപ്രൂട്ടൻ, സുപ്രുക്കുട്ടനോ സുപ്രേട്ടനോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ലാസ്റ്റ് സുപ്രു എന്ന് പറയുന്നു കേട്ടോ. അപ്പം അവർ അക്ബറാണ് ആദില നൂറായെ ഇങ്ങനെ പറഞ്ഞ് വിട്ടത്. അവർ എല്ലാവരും കൂടി 3 പേരും കൂടി ഇനി പ്ലാൻ ചെയ്യുന്നു. ഇപ്പം ആദില നൂറ അക്ബറിൻ്റെ കൂടെയാണ്. എപ്പോഴും അക്ബർ ഓരോന്നോരോന്ന് ആദിലയ്ക്കും നൂറയ്ക്കും പറഞ്ഞു കൊടുത്തു വിടും. അത് ഓരോ ആൾക്കാരുടെ മേലിൽ പിന്നെ ആൾക്കാരുടെ മേലിലിട്ട് പറയുക എന്നുള്ളതാണ് ഈ 2 കുട്ടികളുടെ ഒരു ഹോബിയായി മാറിയിരിക്കുന്നത്. കാരണം അവർ സെപ്പറേറ്റായിട്ട് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരാണ്. ഇപ്പോൾ അക്ബറിൻ്റെ ഇപ്പോൾ അപ്പാനി പോയി കഴിഞ്ഞപ്പോൾ അക്ബർ ഒറ്റയ്ക്കായല്ലോ, തലവൻ അക്ബറല്ലേ. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ചെന്നിരുന്ന് അക്ബർ പറയുന്നതൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം ഇപ്പോൾ അത് അനീഷിനെ വിളിച്ചപ്പോൾ അനീഷ് പറഞ്ഞു അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല, വളരെ നല്ല രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരമാണ് ഞാൻ സുപ്രഭാതം പറയുന്നത്, അത് മോശമായ ഒരു കാര്യമല്ല. അങ്ങനെ പറയുന്നത് എന്തിനാണ്? സുപ്രഭാതം എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ട് കാര്യമാണ്. അപ്പോൾ അത് ആദിലയും നൂറയും ഷാനവാസും, അപ്പോൾ അതിൻ്റെ കൂടെ ഷാനവാസ് അപ്പോഴത്തേക്ക് ചേർന്നു. ഷാനവാസും കൂടി പറയുകയാണ് നിനക്ക് അങ്ങനെ പേരിട്ട് മറ്റേതാണ് മറിച്ചേതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് രാവിലെ ഒരു കോൺവെർസേഷൻ. അപ്പോൾ ഇങ്ങനെ കൈ കടിച്ച കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും അനീഷ് ഇന്നലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഇടിച്ച് ഞാൻ ശ്വാസം മുട്ടി കിടക്കും, ഒരു പുതപ്പാരോ ഇട്ട് മൂടി എന്നെ ഇടിച്ച് ഞാൻ ശ്വാസം മുട്ടി കിടക്കുമ്പോൾ എൻ്റെ അണ്ണാക്കിലേക്ക് ഒരു വിരൽ വന്നു. അപ്പോഴാണ് ഞാൻ കടിച്ചത്. അത് ആരുടെ വിരലാണോ എന്തോന്നും അറിയത്തില്ല, എൻ്റെ അണ്ണാക്കിലേക്ക് വിരൽ കയറിയപ്പോഴാണ് ഞാൻ കടിച്ചത് എന്ന് പറഞ്ഞു. എന്തായാലും അതൊരു നല്ല രസമുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് ഇന്നലെ പൊട്ടിച്ചിരിച്ചു പോയി. അപ്പോൾ അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ സുപ്രഭാതത്തിൻ്റെ പ്രശ്നങ്ങളും വന്ന്. എന്തായാലും വഴക്കൊന്നും ആയില്ല. അനീഷ് പിന്നെ ഭയങ്കരമായിട്ട് വഴക്കിടാൻ ചെല്ലാറില്ല. കാര്യം സ്വന്തം സ്റ്റേറ്റ്മെൻറ്റ് പറയുക, സ്വന്തം നിലപാട് പറയുക, അങ്ങനെ വിളിക്കുന്നത് മോശമാണ്. കാരണം ഞാൻ പിന്നെ ഒരു മലയാള രീതിയിൽ മലയാളി പ്രേക്ഷകർക്ക് അല്ലെ മലയാളത്തിൻ്റെ ഒരു സുപ്രഭാതമാണ് പറഞ്ഞത്. അതിന് ഇരട്ടപ്പേര് ചൊല്ലി വിളിക്കുന്നത് വളരെ മോശമാണെന്ന് മാത്രമാണ് അനീഷ് അവിടെ പറഞ്ഞത്. അപ്പം രാവിലെ ഒരുപാട് അടികളുണ്ട്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും